സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുകയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ബി ബാലഗോപാൽ ചെന്നു. ബാലു, വിഷയത്തിന്റെ ഗൗരവത്തിൽ കോടതി ഏത് നിലയിലാണ് ഇപ്പോൾ ഇടപെട്ടത്? നിരീക്ഷണങ്ങൾ എന്താണ്? ജസ്റ്റിസ് PS നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ വിഷയം, അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച ഇങ്ങനെ അനന്തമായി തുടരാൻ വേണ്ടി അനുവദിക്കില്ല എന്നാണ് ജസ്റ്റിസ് PS നരസിംഹ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയം തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്, അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള സത്വരമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഉണ്ടാകണമെന്നും ജസ്റ്റിസ് PS നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ജസ്റ്റിസ് നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പരിഗണിക്കുന്നതായിരുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ഈ ബെഞ്ച് നേരത്തെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ശുപാർശ കൈമാറുന്നതിന്, അതായത് നിർദ്ദേശങ്ങളടങ്ങുന്ന ആ ശുപാർശ കൈമാറുന്നതിന് 10 ദിവസത്തെ സമയം കൂടി വേണമെന്നാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. തുടർന്ന് ഈ ഹർജി പരിഗണിക്കുന്നത് ജൂലൈ 27 സുപ്രീം കോടതി മാറ്റുകയും ചെയ്തു. പക്ഷേ വളരെ ശക്തമായ മുന്നറിയിപ്പാണ് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കില്ല. ഇതിനൊരു അറുതി വരുത്തിയേ പറ്റുള്ളൂ. അതിന് ഉള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. ഈ വിഷയം തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്നും സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാജ്യതലസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CJPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വലിയ പ്രതിഷേധം നടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ ഭാഗമാകുന്നു. പാർലമെന്റ് ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിൽ തടസ്സപ്പെടുന്നു. അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്താണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടാകുന്നത്. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇതാണ് കോടതിയുടെ പരാമർശം. എന്ത് നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിലൊക്കെ പിന്നീട് സ്ഥിതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരവതരമായ സാഹചര്യമാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. ഇങ്ങനെ അനുവദിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ രാജ്യത്തിന് മുന്നിലുണ്ട്. അതിൻ്റെ തുടർച്ചയായി നിരവധി തവണ ചോദ്യപേപ്പർ ചോർന്ന സംഭവങ്ങളും ഉണ്ടായി. അതിന് പിന്നാലെയാണ് സമരവും പ്രതിഷേധവും. ഇപ്പോൾ സുപ്രീം കോടതിയുടെയും വളരെ പ്രധാനപ്പെട്ട ഇടപെടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇന്ന് CJP പ്രവർത്തകരുമായി നേതാക്കളുമായി സംസാരിക്കാൻ പോവുകയാണ്. മന്ത്രിതല ചർച്ച നടക്കാൻ പോകുന്നു. സർക്കാർ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും, പുതിയ തീരുമാനങ്ങൾ അറിയിക്കും എന്ന കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത ഉണ്ടാകും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അത് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ്. നിയമം നിർമ്മിക്കും എന്ന കാര്യവും പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ്. അതിനൊപ്പം ഇനി മറ്റെന്തെങ്കിലും സമരക്കാരുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ വാഗ്ദാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നറിയില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലും ഉണ്ടാവുകയാണ്.